സംഗമിക്കുകയാണ്. സംഗമിച്ചു, അതായത് ഇതാണ് ദേവരഥ സംഗമം. 4 തേരുകളും സംഗമിച്ചു കഴിഞ്ഞിരിക്കുന്നു. 5 തേരുണ്ട് അല്ലേ? 5 തേരുണ്ട്. അതിന് പുറകിലായിട്ട് ഒരു തേരുണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നില്ല. മറ്റു ക്യാമറകളിലൂടെ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നുണ്ടാകും. ഇതാ 5 തേരുകൾ ഒരുമിച്ച് നിൽക്കുന്ന അതിമനോഹര കാഴ്ച. മന്ദക്കര ഗണപതിയുടെ തേര് മാത്രം അപ്പുറത്ത്, ബാക്കി 4 തേരുകൾ. വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലെ 3 തേരുകൾ, മുരുകന്റെയും ഗണപതിയുടെയും ശിവപാർവതിമാരുടെയും തേര്, ഒപ്പം തന്നെ ചാത്തപുരം പ്രസന്ന ഗണപതിയുടെ തേര്, ഒപ്പം ലക്ഷ്മീനാരായണ പെരുമാളിന്റെ തേര്. ഇങ്ങനെ 5 തേരുകൾ നമുക്ക് മുൻപിലായി ഒരുമിച്ച് സംഗമിച്ചിരിക്കുന്ന കാഴ്ചയാണ് കൽപ്പാത്തിയിൽ നിന്ന് പ്രേക്ഷകരെ കാണിക്കാനുള്ളത്. ഗോകുൽ വിഎസിനെ കുറെ നേരമായി ഞാൻ അന്വേഷിക്കുന്നു. ഗോകുൽ, ഇപ്പൊ ദേവരഥ സംഗമമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ സംഭവം? എന്താണ്? അതായത് ഒന്ന് നമ്മുടെ പ്രധാന വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിലെ ശിവപാർവതിയുടെ തേര്, അതോടൊപ്പം തന്നെ മുരുകന്റെ തേര്, ഗണപതിയുടെ തേര്, പിന്നീട് ഈ ചാത്തപുരം മഹാഗണപതിയുടെ തേര്, അതോടൊപ്പം തന്നെ മുരുകന്റെ തേര്, അങ്ങനെ എല്ലാ തേരുകളും ചേർന്നുള്ള ഒരു സംഗമം. അത് കൽപ്പാത്തിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു നിമിഷമാണ്. എനിക്ക് തോന്നുന്നു ഡ്രോൺ വിഷ്വലിൽ കൃത്യമായിട്ട് അത് കാണാൻ കഴിയുന്നുണ്ടാവും. എല്ലാ 5 തേരുകളും ചേർന്ന്, മന്ദക്കര ഗണപതിയുടെ തേര് മാത്രം അവിടെയാണ്. കാരണം അതായത് മന്ദക്കര ഗണപതി ഈ ഗ്രാമം പ്രദക്ഷിണം ചെയ്ത് കഴിഞ്ഞ് അവിടെ നിൽക്കുകയാണ്. അതിനുശേഷം മറ്റുള്ള എല്ലാ ദൈവങ്ങളുടെയും രഥങ്ങൾ ഇവിടേക്ക് എത്തി ചാത്തപുരം പ്രസന്ന മഹാഗണപതിയുടെ, അതോടൊപ്പം തന്നെ പഴയ കൽപ്പാത്തി ലക്ഷ്മി നാരായണ പെരുമാൾ സ്വാമിയുടെ, അതായത് വിഷ്ണുവിൻ്റെ തേര്, പിന്നീട് ഈ പ്രധാന അമ്പലമായ കുണ്ടമ്പലം എന്നാണ് ഇവിടെ പറയുക, ആ അമ്പലത്തിലെ 3 തേരുകളും, അതായത് ശിവപാർവതിമാർ. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ശിവന്റെയും പാർവതിയും ഒരുമിച്ചാണ് അവിടെ പ്രതിഷ്ഠ. അപ്പോൾ ശിവന്റെയും പാർവതിയുടെയും തേര്, അതോടൊപ്പം തന്നെ മുരുകന്റെ, അതോടൊപ്പം തന്നെ ഗണപതി, അങ്ങനെ ഉള്ള 3 തേരുകൾ. അങ്ങനെയാണ് 5 തേരുകൾ വരുന്നത്. 5 തേരുകൾ ഒരുമിച്ച് വരുന്നത്. ഒരു കണക്കിൽ പറഞ്ഞാൽ ഇതൊരു ശിവപാർവതി ആ തരത്തിലുള്ള ഒരു സംഗമം കൂടിയാണ്. അവരുടെ എല്ലാ കുടുംബ സംഗമം കൂടിയാണ്. ഒരു ലക്ഷ്മി നാരായണ പെരുമാളിന്റെ തേരുമുണ്ട്, അതായത് വിഷ്ണുവിന്റെ തേരുമുണ്ട്. അങ്ങനെയാണ് വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം 2 തരത്തിലുള്ള ഒരു കുടുംബ സംഗമം കൂടിയാണ്. ഒന്ന് ശിവപാർവതിമാർ, അതോടൊപ്പം തന്നെ അവരുടെ മക്കൾ, ആ രീതിയിൽ, അതോടൊപ്പം തന്നെ കൽപ്പാത്തിക്കാരുടെ ഒരു കുടുംബ സംഗമം കൂടിയാണ് ഇന്ന്. അതൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം പലരും വിദേശത്തൊക്കെ ആയിരിക്കും. അവരൊക്കെ മഴ പൊഴിഞ്ഞു. ഇന്നലെ ഇതേ സമയത്ത് മഴയായിരുന്നു. മഴ പെയ്യാറുണ്ടോ? സാധാരണ ഞാൻ കഴിഞ്ഞ തവണയാണ് ആദ്യമായിട്ട് ഈ രഥസംഗമം കാണുന്നത്. കൽപ്പാത്തി തേരിന് മഴ പെയ്യും, പക്ഷെ കഴിഞ്ഞ തവണ ഉണ്ടായില്ല കേട്ടോ. ഫാനിന്റെ പേരെന്താ? ഗോകുൽ. ഞങ്ങളുടെ ഗോകുല കേട്ടോ. എവിടുന്നാ നിങ്ങളൊക്കെ? തേരൊക്കെ കണ്ടോ? മഴ നനയാനാണോ? കുളിക്കുന്നേ. ഓക്കെ, ശരി. എന്തായാലും ഈ തേരുകൾ 5 തേരുകൾ അടുത്തേക്ക് എത്തിയിരിക്കുന്നു. 5 അത് ഓരോ ചുവടല്ലേ, ഓരോ ചലനം തന്നെ കാണുമ്പോൾ അത് അതിമനോഹരമാണ്. ദൃശ്യങ്ങളിൽ കൃത്യമായിട്ട് 5 തേരുകൾ അല്ലേ? 5 തേരുകളും സംഗമിച്ചിരിക്കുന്നത്. ദേവരഥ സംഗമം പൂർണ്ണമായിരിക്കുന്നു. തേരുകൾ ഇവിടെ സംഗമിച്ചു കഴിഞ്ഞിരിക്കുന്നു. മഴ പെയ്യുന്നു. നമ്മുടെ ക്യാമറകളൊക്കെ ഇപ്പോൾ കവർ ചെയ്യേണ്ട സാഹചര്യമാണ്. കാരണം മഴ പെയ്യുകയാണ്. മഴ ചെറുതായിട്ട് പൊടിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ദേവരഥ സംഗമം അതിന്റെ പൂർണ്ണതയിൽ എത്തിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. ദേവരഥ സംഗമം അതിന്റെ പൂർണ്ണതയിൽ, ഈ ത്രിസന്ധ്യയിൽ വിശാലാക്ഷി സമേത വിശ്വനാഥന്റെ മുമ്പിൽ ഈ 5 തേരുകൾ സംഗമിച്ചിരിക്കുകയാണ്. ദേവരഥ സംഗമം പൂർണ്ണമാവുന്നു. എത്രമാത്രം മനോഹരമായ കാഴ്ചയാണത്. നമുക്ക് കണ്ണുകൾ കൊണ്ട് ആ കാഴ്ചകൾ നേരിട്ട് കണ്ട് അനുഭവിക്കാനാകുന്നു എന്നുള്ളതാണ് മറ്റൊരു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യം എന്നൊക്കെ പറയാം. കാരണം നൂറ്റാണ്ടായി കാത്തിരുന്നത് കാണാൻ വരുന്നവരുടെ അടുത്താണ് നമുക്ക് ഈ ഡ്യൂട്ടിക്കിടയിൽ ഇത് ഒരു സാഹചര്യം ഉണ്ടായത്. നമുക്ക് അങ്ങനെ ദേവരഥ സംഗമം നടന്നു കഴിഞ്ഞിരിക്കുന്നു. കാത്തിരുന്ന നിമിഷം ഇതാ നമ്മുടെ കൺമുൻപിൽ, നമ്മുടെ ക്യാമറ കണ്ണുകളിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കാണുന്നത് കൽപ്പാത്തിയിലെ ദേവരഥ സംഗമം. കൽപ്പാത്തിയിലെ ദേവരഥ സംഗമം പൂർണ്ണമാകുന്നു. അതിന്റെ സമ്മോഹനമായ മുഹൂർത്തങ്ങൾ പിന്നിടുന്നു. മഴ പൊടിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇനി കൽപ്പാത്തിയുടെ എല്ലാ ആവേശവും നെഞ്ചിലേച്ച് എല്ലാവരും മടങ്ങുകയാണ്. നമുക്കും മടങ്ങാമെന്ന് തോന്നുന്നു. സമയമായിരിക്കുന്നു. അല്ലെങ്കിൽ നല്ല മഴയും പെയ്യാം.